യൂട്യൂബ് ചാനൽ ഡേയ്സ് ആയോ? പൈസ കിട്ടി തുടങ്ങിയോ? ഏകദേശം 1K സബ് ആയല്ലോ. ഇനി പൈസ കിട്ടി തുടങ്ങാൻ ആയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ ഫുള്ള് കാണാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ 1K സബ് ആയിട്ടുണ്ട്. ഒരുപാട് നന്ദി. എന്താ വെച്ചാൽ കുറേ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മന്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഭയങ്കര സന്തോഷം. എൻ്റെ സബ് എന്ന് വെച്ചാൽ ആദ്യം വളരെ കുറവായിരുന്നു. എൻ്റെ മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ സബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സബ് ഒന്നോ രണ്ടോ അങ്ങനെ കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ പിന്നെ അങ്ങോട്ടും കൂട്ടാക്കി അങ്ങനെ സബ്ബാക്കി അങ്ങനെ കുറച്ച് സബ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അങ്ങനെ കുറച്ച് സബ് തന്നെ കിട്ടിയതിൽ. പിന്നെന്ന് വെച്ചാൽ കുറേ വീഡിയോ ഇട്ടു, കുറേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാകുമ്പം ചില വീഡിയോസിന് ഒരു സബ് തരാൻ തുടങ്ങി, ചിലതിന് 2, ചില വീഡിയോസിന് സബ്ബേ ഇല്ല, ചില വീഡിയോസിന് മാത്രമായിട്ട് കുറച്ച് സബ് കിട്ടി തുടങ്ങിയിട്ട്. അങ്ങനെ എനിക്ക് ഒറ്റൊരു വീഡിയോ ആ വീഡിയോ ഏകദേശം ഒരു 51 സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിന് എനിക്ക് ഏകദേശം ഒരു 23 സംതിങ് 23 ആണെന്ന് തോന്നുന്നു. ആ വീഡിയോസിന് 23 സബ് കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. അങ്ങനെ സബ് 900 സംതിങ് ആയെടുക്കുന്നതാണ് എനിക്ക് അങ്ങനെ സബ് കയറിക്കൊണ്ടേ ചെയ്തിട്ടുണ്ട്. ഒറ്റ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് സബ് കയറി. പിന്നെ ചില വീഡിയോസിന് ഒരു സബ്, ചിലതിന് തീരെ വ്യൂസില്ല. ചിലത് 50, 20 അങ്ങനെ 100 താഴെ വ്യൂസ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് സബ് കയറി. അങ്ങനെ എൻ്റെ വീഡിയോസ് 1K സബ്ബായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡേയ്സ് ആയോ? പൈസ കിട്ടി തുടങ്ങിയോ? ഏകദേശം 1K സബ് ആയല്ലോ. ഇനി പൈസ കിട്ടി തുടങ്ങാൻ ആയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാരണം ആദ്യമൊക്കെ ഒരു മടിയുണ്ടായിരുന്നു, മറ്റുള്ളവരോട് സബ് ചെയ്യിപ്പിക്കും, നമ്മുടെ വീഡിയോസ് ആരെയും കാണുമോ, അതൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഡൗട്ട് ഒന്നും ഉണ്ടായി. ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്ന വീഡിയോ ഇപ്പോൾ കാടും മടലും അങ്ങനെ എന്തായിരിക്കും അത് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ചില വീഡിയോസ് സബ് കയറി തുടങ്ങി, ചിലത് സബ് ഇല്ല, ചിലത് വ്യൂസ് തീരില്ല. ചില വീഡിയോസ് മാക്സിമം എപ്പോൾ ഇട്ടാലും 1K വ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഏതെങ്കിലും വീഡിയോ സബ് കയറും. അപ്പോൾ 900 സംതിങ് എൻ്റെ യൂട്യൂബ് ചാനലിൽ 900 സംതിങ് എൻ്റെ സബ് കയറിയ സമയത്ത് പിന്നെ അങ്ങ് സബ്ബേ കയറുന്നില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാം, അങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടെല്ലാം കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ചില കമൻറ്റ് വഴി എനിക്ക് കുറച്ച് സബ് കിട്ടും, ഒരുപാടൊന്നുമില്ല, കുറച്ച് സബ് കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ സബ് കയറുമ്പോൾ. പിന്നെ ആ കയറി സബ് എന്തായാലോ യൂട്യൂബ് സ്പാം വഴി കയറി സബ് അടിക്ക് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പാ ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ് കയറുമല്ലോ, എൻ്റെ യൂട്യൂബ് ചാനൽ പോയോ. എന്നിട്ട് സ്പാം കയറുമ്പോഴെല്ലാം യൂട്യൂബ് ചാനലിൽ തന്നെ യൂട്യൂബ് ആ പോളിസി അനുസരിച്ചിട്ട് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആക്കുന്നുണ്ട്, ചാനൽ നിർത്തി പോകുന്നത്. അങ്ങനെ കുറേ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് ചില വീഡിയോസ് എല്ലാം. അപ്പോൾ എനിക്കൊരു അങ്ങനെ പേടിയുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി പോകുന്നു. പക്ഷെ ഉണ്ടായില്ല, സബ് ഒറ്റയ്ക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ചില വീഡിയോസ് ഇട്ടപ്പോൾ 3 സബ് 6 സബ് ഒറ്റയ്ക്ക് കയറി. ചില വീഡിയോസ് ഇട്ടപ്പോൾ സബ്ബേ ഇല്ല, വ്യൂസും ഇല്ല, സബ്ബും ഇല്ല. ഭയങ്കര വിഷമമുണ്ടായിരുന്നു സബ് കയറാൻ നിൽക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ടു. കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ നോക്കി. ചില സമയത്ത് രാവിലെ ഒരു ഷിഫ്റ്റ് ഇട്ടാൽ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്താൽ രാത്രി ചിലപ്പോൾ ഒരു ഷെഡ്യൂൾ. അപ്പോൾ കറക്റ്റ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത സമയത്തെല്ലാം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് എപ്പോൾ ഇടുമ്പോൾ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നു, ചിലതിനെല്ലാം വ്യൂസ് കയറുന്നുണ്ട്. അങ്ങനെ ഇനി എൻ്റെ വീഡിയോസ് കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.